ബെർമിംഗ്ഹാമിലെ എഡ്ജ് ബാസ്റ്റണിൽ ഇന്ത്യ ചരിത്ര വിജയം സ്വന്തമാക്കിയിരുന്നു. ടെൻഡുൽക്കർ ആൻഡേഴ്സൺ ട്രോഫിയിലെ രണ്ടാം മത്സരത്തിലായിരുന്നു ഈ സൂപ്പർ നേട്ടം. പുതിയ നായകൻ ശുഭ്മൻ ഗില്ലിന് കീഴിൽ ഇറങ്ങിയാണ് ഇന്ത്യ ഇംഗ്ലണ്ടിന്റെ കുത്തക തകർത്തത്. ഗില്ലിന്റെയും മുഹമ്മദ് സിറാജിന്റെയും ആകാശ് ദീപിന്റെയും പ്രകടനങ്ങളുടെ കരുത്തിലാണ് സന്ദർശകർ 336 റൺസിന്റെ കൂറ്റൻ വിജയം നേടിയത്. പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ തോൽവി വഴങ്ങിയ ഇന്ത്യ ഈ വിജയത്തോടെ ഇംഗ്ലണ്ടിനൊപ്പമെത്തി. മുൻ ഇംഗ്ലണ്ട് നായകൻ നാസർ ഹുസൈൻ ഗില്ലിനെ വിമർശിച്ചിരുന്നു. ഇന്ത്യൻ നായകന് വിരാട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും ഓൺഫീൽഡ് ഓറയിലെന്നായിരുന്നു വിമർശനം. എന്നാൽ ഇപ്പോൾ എഡ്ജ് ബാസ്റ്റണിലെ വിജയത്തോടെ തന്റെ അഭിപ്രായം തിരുത്തുകയാണ് നാസർ ഹുസൈൻ. മാത്രമല്ല, താരത്തെ പ്രശംസിക്കുകയും ചെയ്തു മുൻ ഇംഗ്ലണ്ട് നായകൻ. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: തോൽക്കുമ്പോൾ ക്യാപ്റ്റൻ വിമർശിക്കാനും ജയിക്കുമ്പോൾ പ്രശംസിക്കാനും എളുപ്പമാണ്. പക്ഷേ ഹെഡിംഗ്ലി മത്സരം കണ്ടപ്പോൾ ആരാണ് യഥാർത്ഥത്തിൽ നയിക്കുന്നത് എന്ന് സംശയിപ്പിക്കുന്ന പല ഘടകങ്ങളുണ്ടായിരുന്നു. പക്ഷേ രണ്ടാം ടെസ്റ്റിൽ ഗില്ലിന് തന്നെയായിരുന്നു ചുമതലയെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. മത്സരത്തിൽ അവൻ നല്ല രീതിയിൽ ഫീൽഡ് പ്ലേസ്മെന്റുകൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഋഷഭ് പന്തിന്റെയും KL രാഹുലിന്റെയും സഹായം ആവശ്യമാണ്. പക്ഷേ അവന്റെ കയ്യിലാണ് പൂർണ്ണ നിയന്ത്രണം. അവൻ വളരെ ശാന്തനും സംയമനം ഉള്ളവനുമാണ്. അതുകൊണ്ട് കോഹ്ലിയെ പോലെ ഒരു അഗ്രസീവ് ക്യാപ്റ്റൻ ആയിരിക്കില്ല ഗിൽ. പക്ഷെ അവന്റെ ശാന്തത ഗുണം ചെയ്തേക്കാം. ചിലപ്പോൾ ടീമിനെ ശാന്തമായി നിലനിർത്താൻ ഇങ്ങനെ ഒരാളെ ആവശ്യമാണ് എന്ന് നാസർ ഹുസൈൻ പറഞ്ഞു.